ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു വീഡിയോ ഇടുകയാണ്. ഇത് DJI Mini Pro 4 ആണ് എൻ്റെ കയ്യിലുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിച്ചത്. അപ്പോൾ അധികം വീഡിയോകളൊന്നും മലയാളത്തിൽ ഞാൻ കണ്ടില്ല. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ മാക്സിമം ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ പുതിയ ആൾക്കാർക്ക് എന്തെങ്കിലും പഠിക്കാൻ എന്നെക്കൊണ്ട് സഹായമായിക്കോട്ടെ എന്ന് വെച്ചിടുന്നതാണ്. ഇത് 2023 റിലീസ് ചെയ്തത്. ഇത് 2025 ഇതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാഴ്ച മുമ്പാണ് ഇതെടുത്തത്. അപ്പോൾ ഞാനിതിൻ്റെ അപ്ഡേഷനൊക്കെ ചെയ്തു, കാലിബ്രേഷനൊക്കെ ചെയ്തു. അപ്പം അതിൻ്റെ പക്ക വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന എല്ലാവരും പറപ്പിച്ച് കാണിക്കുന്ന സാഹചര്യങ്ങളാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇത് ഈ കാലിബ്രേഷൻ എന്നുള്ളൊരു സംഭവമുണ്ട്. അത് സെൻസറിൻ്റെ കാലിബ്രേഷൻ ഉണ്ട്, അതല്ലാതെ ഇതിൻ്റെ ഡ്രോണിൻ്റെ കാലിബ്രേഷൻ ഉണ്ട്. ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ പറപ്പിക്കാവുള്ളൂ. പിന്നെ ഒരു ബിഗിനർ എന്ന നിലയിൽ ഞാനിത് ആദ്യം പറപ്പിച്ചപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഈ സംഗതി തിരിച്ചു വരുമോ എന്നുള്ള എനിക്കൊരു ഭയമുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമുക്ക് 1-2 സെറ്റിംഗ് മെയിനായിട്ട് ഇത് ചെയ്യാനുണ്ട്. ആ സെറ്റിങ്ങുകൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ആൾക്കാർ ചെയ്ത വീഡിയോകൾ കാണാൻ സാധിക്കും. അതോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാം, ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ അത്രേ ഉള്ളൂ. സംഭവം വളരെ ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഇത് നമ്മൾ ഇതിൻ്റെ ഈ പ്രൊപ്പല്ലറെല്ലാം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ലോക്കുണ്ട്. ആ ലോക്ക് നമ്മൾ ഇങ്ങനെ തുറക്കണം. പിന്നെ ഇത് വളരെ കെയറായിട്ട് നമ്മൾ ഉപയോഗിക്കണം. കാരണം ഇതിൻ്റെ എല്ലാ സാധനങ്ങളും വളരെ വളരെ സ്മൂത്താണ്. അപ്പോൾ നമ്മൾ ഈ സാധനം ഇത് പാക്ക് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. അതിൻ്റെ വീഡിയോകളും ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് തുറക്കുന്ന രീതികളുണ്ട്. തുറക്കുന്ന രീതിയിൽ നമ്മൾ ചിലപ്പം ശ്രദ്ധിച്ച് തന്നെ തുറന്നില്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നമാണ്. നമ്മൾ ഒത്തിരി ബലം പിടിക്കാതെ വളരെ സ്മൂത്തായിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഫ്ലൈയിങ് വീഡിയോ കാണിക്കാം. ഇത് ഫ്ലൈ ചെയ്യുന്നത് ഞാൻ ഇത് 20 കിലോമീറ്റർ വരെ പറപ്പിക്കാമെന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് പേര് അതിന് മേളിലും പറപ്പിച്ച് ഞാൻ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും പുതിയ ആളായതുകൊണ്ട് പേടിയുള്ളതുകൊണ്ടും ഞാൻ അധികം പറപ്പിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്തിട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ ഞാനിപ്പോൾ നിലവിലുള്ളത് അയർലൻഡിലാണ്. അയർലൻഡ് വെക്സ്ഫോർഡ് എന്നുള്ള സ്ഥലത്താണ്. 1-2 കാര്യങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കാം. ഒന്ന്, നമ്മൾ ഇതിന് മുമ്പായിട്ട് ഇതിൻ്റെ ക്ലൈമറ്റ് ചെക്ക് ചെയ്യുന്ന ഡ്രോണിൻ്റെ ക്ലൈമറ്റ് ചെക്ക് ചെയ്യാനുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ കിട്ടും. ഞാൻ ഉപയോഗിക്കുന്നത് ഡ്രോൺ കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറാണ്. അതിനകത്തോട്ട് നമുക്ക് ഈ ഫോണിൻ്റെ പേരും നാളും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോപ്പറായിട്ട് പറപ്പിക്കാൻ പറ്റിയൊരു സ്ഥലമാണോ എന്നും അവിടുത്തെ കാറ്റിൻ്റെ ഗതികൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഇച്ചിരി മേളിൽ തന്നെയാണ് പറപ്പിക്കുന്നത്. ഇപ്പം അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് പറപ്പിക്കുന്നത്, കാരണം കാറ്റില്ല. പക്ഷേ കാറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, നമ്മുടെ എല്ലാ മെസ്സേജുകളും നമുക്ക് കാറ്റുണ്ടെങ്കിൽ കാറ്റിൻ്റെ മെസ്സേജ്, ബാറ്ററിയുടെ മെസ്സേജ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ RC കൺട്രോളിൽ. അതൊരു വലിയ ഒരു ഗുണമായിട്ട് തോന്നുന്നു. പിന്നെ നമ്മളിപ്പോൾ ഞാൻ ഫ്ലൈ ചെയ്യുന്നത് കണ്ടോ, ഇത് ഇച്ചിരി മുന്നോട്ട് പോകാൻ അല്പം ഒരു ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും മേളിൽ ചെന്നപ്പം ഇച്ചിരി കാറ്റുണ്ട്. അങ്ങനെ നമുക്കൊരു ഫീല് തോന്നുവാണെന്നുണ്ടെങ്കിൽ അധികം വെച്ച് മുന്നോട്ട് വിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബാറ്ററിയുടെ ചാർജ് ഈ ക്ലൈമറ്റിനനുസരിച്ച്, അതായത് കാറ്റുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ ചാർജ് ഇറങ്ങിപ്പോവും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം ഫ്ലൈ ചെയ്യുമ്പം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുവാണെന്നുണ്ട്, നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് കാണാതെ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് അത് മനസ്സിലാകുന്നില്ല എവിടെയാണെന്നുള്ളത്, ഒരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. നമുക്ക് നൈസായിട്ട് അതിൻ്റെ റിട്ടേൺ ടു ഹോം ചെയ്താൽ മതി. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ തേണ്ട. എനിക്ക് നേരിട്ട ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് ഞാൻ ഇതിനകത്തോടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഹോം പോയിൻ്റ് അപ്ഡേറ്റ് ചെയ്തത് ആ സ്ഥലത്ത് ചെറിയൊരു മാറ്റിയിട്ടിട്ടാണ് ഞാൻ ഹോം പോയിൻ്റ് അപ്ഡേറ്റ് ചെയ്തത്. അത് അവിടെ നിന്നാണ് പോയത്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഹോം പോയിൻ്റ് അപ്ഡേറ്റഡ് എന്ന് മെസ്സേജ് കേട്ടതിന് ശേഷം മാത്രമേ നമ്മളിതിനെ പറപ്പിക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിന് കൺഫ്യൂഷനാവും. അപ്പോൾ ഇതിങ്ങനെ താഴോട്ട് വരുവാണ്. താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, എനിക്ക് കൺഫ്യൂഷനായി. കാരണം ക്യാമറയിൽ കാണുന്നതിനകത്ത് ആ കിടക്കുന്ന മാറ്റിലേക്കല്ല അത് പോകുന്നതായിട്ട് എനിക്കൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തു, ക്യാൻസൽ ചെയ്തു, റിട്ടേൺ ടു ഹോം. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യുകയാണ്, കറക്റ്റാണോ എനിക്ക് തോന്നിയതാണോ എന്ന്. പക്ഷെ അപ്പോൾ എനിക്ക് മനസ്സിലായി, അല്ല, അത് വേണ്ട സ്ഥലം മാറിയാണ്. ആ മണ്ണിനകത്തോട്ട് പോയാൽ മണ്ണെല്ലാം കൂടെ പൊങ്ങി പ്രൊപ്പല്ലർ കേടായി പോവും. ഞാൻ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് ഞാൻ സൈഡിലേക്ക് മാറ്റി, ഞാൻ പയ്യെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനവിടെ പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനെ കുറച്ച് മാനുവലായിട്ട് ബാക്കിലേക്ക് ഞാനിങ്ങനെ മാറ്റി ആ കറക്റ്റ് പൊസിഷനിലെത്തിയിട്ട്, അപ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഈ ക്യാമറ താഴേക്കല്ല സൈഡിലേക്കാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ മുന്നിലായതുകൊണ്ടാണ് എനിക്ക് ക്ലിയറായിട്ട് കാണാം. ആ മാറ്റയിലേക്ക് അത് ഞാൻ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തിട്ട് ഞാൻ പയ്യെ. പിന്നെ ഞാൻ റിട്ടേൺ ഹോം അല്ല കൊടുത്തത്, ഞാൻ ലാൻഡാണ് കൊടുത്തത്. റിട്ടേൺ ഹോം കൊടുത്താൽ പിന്നെയും ചിലപ്പോൾ അത് കൺഫ്യൂഷനായിട്ട് മാറിപ്പോവും. അപ്പോൾ അവിടെ നമുക്ക് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും, ലാൻഡും ഉണ്ട്, റിട്ടേൺ ടു ഹോമും ഉണ്ട്.
അപ്പോൾ ഞാൻ ലാൻഡ് ചെയ്ത് അതവിടെ നിന്നു. കറക്റ്റായിട്ട് എനിക്ക് അവിടെ നിർത്താൻ സാധിച്ചു. പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഈ RC കൺട്രോളിൻ്റെ കാര്യമാണ്. അതിനകത്ത് എല്ലാ മെസ്സേജുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളതുകൊണ്ട് മൊബൈലുമായിട്ട് അത് കണക്ട് ചെയ്യാൻ മറക്കരുത്. മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ടുമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എല്ലാം അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ എപ്പോഴും ഒരു പവർ ബാങ്ക് കൈ വെക്കുന്നത് നല്ലതാണ്. ഫോണെങ്ങാനും ചാർജ് തീർന്നു പോകാൻ സാഹചര്യം ഉണ്ടെങ്കിൽ പവർ ബാങ്കിൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ അത് ചാർജ് ആവും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഇതിൻ്റെ കാര്യം ഇത്രയും പൈസ മുടക്കി മേടിക്കുന്നതായതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു കേസ് മേടിച്ച് ആ കേസിനകത്തോട്ട് ഈ സാധനങ്ങൾ ഈ കമ്പനി തരുന്ന ബാഗിൽ നിന്ന് മാറ്റുവാണെങ്കിൽ തന്നെ കുറച്ച് നമുക്ക് അത് സേഫായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ശരി സുഹൃത്തുക്കളെ, അപ്പോൾ വീണ്ടും കാണും വരെ വണക്കം. താങ്ക് യു.